നമ്മോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്. ഫുട്ബോൾ കമന്റേറ്റർ ജോസഫ് ജോർജ്. ഫുട്ബോൾ കമന്റേറ്റർ എന്നതിനൊപ്പം തന്നെ ലോകകപ്പ് ഉൾപ്പെടെയുള്ള തത്സമയ പരിപാടികൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന, കഴിഞ്ഞ തവണ ഖത്തറിലാണെങ്കിൽ പോലും ജിയോ സിനിമയുടെ പ്രധാനപ്പെട്ട കോണ്ടന്റ് പ്രൊഡ്യൂസറായിരുന്നു ജോസഫ്. സ്വാഗതം. താങ്ക് യു ഫോർ ജോയിനിങ്. നമ്മൾ അർജന്റീനയുടെ മത്സരത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് എത്രമാത്രം ആവേശകരമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ജോസഫ് നേരിട്ട് അനുഭവിക്കുന്നുമുണ്ട് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ ഒരു ആവേശം കാണുമ്പോൾ. കേപ്പ് വെർഡെ, എല്ലാവരും പറയുന്നുണ്ട് കേപ്പ് വെർഡെ വളരെ സിമ്പിളാണ് അർജന്റീനയ്ക്കൊക്കെ. പക്ഷെ അത്ര സിമ്പിൾ ആണോ കേപ്പ് വെർഡെ? അവരൊരിക്കലും സിമ്പിൾ ആക്കില്ല. കാബോ വെർദെ എന്ന രാജ്യം കുഞ്ഞൻ രാജ്യമാണെങ്കിലും അവരുടെ പോരാട്ട വീര്യം എടുത്തു പറയേണ്ടതാണ്. ഇതുവരെ തോറ്റിട്ടില്ല. അപ്പോൾ തോൽക്കാതിരിക്കാനാവും അവരുടെ ശ്രമം. 3 മത്സരത്തിൽ 3 സമനിലയുമായി അവർ നോക്കൌട്ട് ഘട്ടത്തിൽ എത്തിയെങ്കിൽ ഈ മത്സരത്തിലും തോൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുന്നിലെ പ്രധാന ലക്ഷ്യം. അതിന് ഓസിഞ്ഞയെ പോലെ നല്ല പരിചയ സമ്പത്തുള്ള 40 വയസ്സിന് മുകളിലുള്ള ഒരു ഗോൾ കീപ്പറാണ്. 2 ക്ലീൻ ഷീറ്റ് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ മുമ്പിലെ ചലഞ്ച് എങ്ങനെ മെസ്സിക്ക് പന്ത് കൊടുക്കാതിരിക്കാം, എങ്ങനെ അർജന്റീനയെ കൊണ്ട് ഗോൾ അടിപ്പിക്കാതിരിക്കാം എന്നുള്ളതാവും. അതുകൊണ്ട് ഒട്ടും എളുപ്പമാവില്ല കാര്യങ്ങൾ അർജന്റീനയ്ക്ക്. പക്ഷേ അർജന്റീനയാണ്, മെസ്സിയാണ്. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടതാ കേരളത്തിലെ ആവേശം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ നല്ലൊരു പ്രകടനം പുറത്തെടുക്കാനാവും അർജന്റീന ഇത്തവണ ശ്രമിക്കുക. കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ടീമാണ് അർജന്റീന. എല്ലാ മത്സരവും ജയിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊമെന്റം അർജന്റീനയുടെ ഭാഗത്താണ്. പക്ഷേ കാബോ വെർദെ വിട്ടുകൊടുക്കില്ല. ഉറപ്പായിട്ട് കാബോ വെർദെ വിട്ടുകൊടുക്കില്ല. പക്ഷേ ഈ ലയണൽ മെസ്സിയെ പൂട്ടുക എന്നുള്ള അവരുടെ ആദ്യ ശ്രമം, അതിനെന്തായിരിക്കും ലയണൽ സ്കലോണി കണ്ടുവച്ചിരിക്കുന്ന ഒരു മറുമരുന്ന്? എന്തായിരിക്കും ഒരു പ്ലാൻ ബി സ്കലോണിയുടെ? അങ്ങനെ നോക്കുകയാണെങ്കിൽ പൊതുവെ ടീമുകൾ ലിയോണൽ മെസ്സിക്ക് പന്ത് കിട്ടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ മായാജാലം നമുക്കറിയാം. ബാക്കിയുള്ള കളിക്കാരെ പോലെയല്ല, നിമിഷ നേരം കൊണ്ട് അവസരങ്ങൾ സൃഷ്ടിക്കാം. കാബോ വെർദയുടെ ലോ ബ്ലോക്ക് അല്ലെങ്കിൽ ഡീപ് ഡിഫൻസിനെ മറികടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ലിയോണൽ മെസ്സിക്ക് പന്ത് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ലിയോണൽ മെസ്സി മാത്രമല്ലല്ലോ, അർജന്റീനയുടെ പ്രതിഭാധനരായ ഒരു പറ്റം കളിക്കാരുണ്ട്. റോഡ്രിഗോ ഡീപോളൊക്കെ നന്നായി കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു, കഴിഞ്ഞ മത്സരത്തിൽ അവസരം കിട്ടിയപ്പോൾ ജിയോവാനി ലോ ചെൽസോയും ഒരു ഫ്രീ കിക്കിലൂടെ ഗോളൊക്കെ അടിച്ചു. അപ്പം അങ്ങനെയുള്ള താരങ്ങൾ കുറച്ചുകൂടെ ക്രിയേറ്റീവായി കൂടുതൽ ഫ്ലാങ്കുകളൊക്കെ ഉപയോഗിച്ച് ലൗട്ടാരോ മാർട്ടിനസ് ഗോൾ അടിച്ചതിന്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ മെസ്സി മാത്രമല്ല അർജന്റീന എന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ മെസ്സിയെ കൂട്ടാൻ ശ്രമിച്ചാൽ, മെസ്സിക്ക് പന്ത് എത്തിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ ബാക്കിയുള്ള ഓപ്ഷൻസ്, പ്രത്യേകിച്ചും ഫ്ലാങ്കുകളിലൂടെ മുന്നേറാനൊന്ന് ശ്രമിക്കാം. പെട്ടെന്ന് തന്നെ ലൗട്ടാരയോ അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സിനെ പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്താം. അങ്ങനെയൊക്കെ ആവാം ഈ മത്സരം ഒരുപക്ഷെ ലയണൽ സ്കാലോണി കേബോ വെർദയുടെ ഡിഫൻസിനെ എന്ന് പറഞ്ഞാൽ അമിത പ്രതിരോധത്തെ, ബെസ്റ്റ് പാർക്കിങ്ങിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ വന്നത്. അതായത് ജോസഫ് പറയുന്നത് കാബോ വെർദെ അല്ലെങ്കിൽ കേപ്പ് വെർദെ ഒരു ബസ് പാർക്കിംഗ് ഒരു ടാക്ടിക്സ് തന്നെ കൊണ്ടുവരുമെന്നല്ലേ സ്വാഭാവികമായി എക്സ്പെക്ട് ചെയ്യണ്ടേ? അതാണ് നമ്മൾ പൊതുവെ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നോക്കൌട്ട് ആണ്, പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശം. അത് മാത്രമല്ല, കൗണ്ടർ അറ്റാക്കിൽ ഇവർക്ക് ഗോൾ അടിക്കാനും കഴിയും. അത് ഉറുഗ്വേക്കെതിരെ 2 ഗോൾ അടിച്ചത് തെളിയിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ബ്ലോക്ക് തീർച്ചയായും പാർക്ക് ദ ബസ് തന്നെയാവും. നമ്മൾ ഹോസെ മൊറീഞ്ഞോയുടെ പാർക്ക് ദ ബസ് കണ്ടതുപോലെ ഈ വേൾഡ് കപ്പിൽ ഓൾറെഡി കാബോ വെർദെ 2 ക്ലീൻ ഷീറ്റുകൾ നേടിയത് ഭംഗിയായി പ്രതിരോധിച്ചുകൊണ്ടാണ്. അതിനിടയിൽ അവർ പ്രത്യാക്രമണത്തിന് മുതിരും. അപ്പൊ അർജന്റീനയുടെ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ അഗ്രസീവ് ആയിട്ടുള്ള ഡിഫൻഡർമാരാണ്. ക്രിസ്ത്യൻ റൊമേറോയെ പേരെടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടാക്കിളുകൾക്കൊന്നും ഒരു മയവും. അപ്പോൾ ഇനി ഒരു മാൻ അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് പോലും അവർ നോക്കും. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ലോ ബ്ലോക്കിൽ നിൽക്കുക, കൗണ്ടർ അറ്റാക്കിന് മുതിരുക. അപ്പോൾ ആ ഒരു ഉദ്ദേശം ആവും ഇന്ന് കാബോ വെർദെ ഇറങ്ങുന്നത്. ഇനി നോക്കൌട്ട് മത്സരമാണ്. ഈ നോക്കൌട്ടിൽ അർജന്റീനയുടെ ഈ സമീപകാല പ്രകടനം അത് ഗംഭീരമാണെന്ന് പറയേണ്ട സാഹചര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. കാരണം നമുക്കറിയാം 7 വർഷം മുമ്പ് അന്ന് ബ്രസീലിനോട് കോപ്പ അമേരിക്കയിൽ തോറ്റു. അതിനുശേഷം നോക്കൌട്ടിൽ തോറ്റിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ലോകകപ്പിന്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ എമി മാർട്ടിനസ് അദ്ദേഹമൊക്കെ ആ ഒരു നോക്കൌട്ടിന് ഫുള്ളി പ്രിപ്പയർഡ് ആണോ? എന്താണ് ജോസഫ് കരുതുന്നത്? എമി മാർട്ടിനസ് കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിൽ ഭയങ്കര ഫോമിലായിരുന്നു. ഇത്തവണ ഓക്കെ ആണ്, പക്ഷെ കുറച്ച് പിഴവുകളൊക്കെ വരുന്നുണ്ട്. അത്ര മികച്ച ഫോമിലാണോ എന്ന് സംശയമുണ്ട്. ചെറിയൊരു സംശയമാണ്. അദ്ദേഹത്തെ അത്ര നന്നായിട്ട് പരീക്ഷിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ വേറൊരു രീതിയിൽ പറയാം. ഈ മത്സരത്തിലും വലിയ പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് കോൺസെൻട്രേഷൻ പ്രധാനമാവുന്നത്. 90 മിനിറ്റും അല്ലെങ്കിൽ 120 മിനിറ്റും കോൺസെൻട്രേറ്റ് ചെയ്യണം. പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റോൾ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടതാണ്. അതുപോലെ ഞങ്ങൾ പറഞ്ഞ പോലെ കോപ്പ അമേരിക്കയിലും ഒക്കെ. അപ്പോൾ അൺബീറ്റൺ ആയിട്ട് നോക്കൌട്ടിൽ കളിക്കാനുള്ള പ്രധാന കാരണം ലിയോണൽ മെസ്സിയെ പോലെ ഗോൾ കീപ്പർ എമി മാർട്ടിനസും ഉണ്ട്. എമി മാർട്ടിനസിന് എന്തുമാത്രം ആ പഴയകാല പ്രതാപം പുറത്തെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. പഴയകാലം എന്ന് പറയാൻ കാരണം ഗോൾ കീപ്പർക്ക് പൊതുവെ പ്രായം കൂടുന്തോറും വീര്യം കൂടും. പക്ഷേ എമി മാർട്ടിനസിൽ ചെറിയ പാളിച്ചകൾ ഈ കഴിഞ്ഞ സീസണുകളിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഒരു ചെറിയ സംശയമുള്ളത്.
റൈറ്റ്. ഞാൻ ജോസഫ്, ഇനി എനിക്കറിയേണ്ടത് കാബോ വെർഡയെ പറ്റിയാണ്. കേപ്പ് വെർഡെ, ആ ടീമിന്റെ കുതിപ്പ് അത് രസകരമായിരുന്നു. ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രം, ആ ദ്വീപ് സമൂഹത്തിൽ നിന്നും വരുന്ന ഏതാനും ലക്ഷങ്ങൾ മാത്രം ആളുകളുള്ള, അവിടെ നിന്നും പലയിടങ്ങളിൽ പ്രവാസ ജീവിതം നടത്തുന്ന താരങ്ങളെ വിളിച്ചു വരുത്തി തട്ടിക്കുട്ടി ഒരു ടീം ഉണ്ടാക്കുന്നു, ലിങ്ക്ഡിൻ വഴിയും സോഷ്യൽ മീഡിയ വഴിയും. അപ്പോൾ ആ ഒരു സംഘമാണ് ഇപ്പോൾ ലോകകപ്പിന്റെ നോക്കൗട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. എത്രമാത്രം അത് നൽകുന്നൊരു ഫീൽ. അത് ഇപ്പോൾ അർജന്റീന ആരാധകർക്ക് പോലും കാബോ വെർഡെ വരരുത്, അല്ലെങ്കിൽ കാബോ വെർഡെ മുന്നേറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ എന്താണ് കാബോ വെർഡെ ദൗർഭാഗ്യവശാൽ നമുക്ക് എതിരാളികളെ വന്നും പോയി. എന്താണല്ലോ ഈ ടീമിന്റെ ഒരു പ്രയാണം, അത് വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് പറഞ്ഞൊഴിയാൻ കഴിയും? ഒരിക്കലുമില്ല. അവര് അതിനുള്ള കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവര് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തു. അത് നന്നായിട്ട് ബുദ്ധിമുട്ടി തന്നെയാണ് നേടിയെടുത്തത്. അതിനുശേഷം ഗ്രൂപ്പ് സ്റ്റേജിലും അവരുടെ തന്ത്രങ്ങൾ വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞതുപോലെ 1.5 ലക്ഷം മാത്രം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം ലോകകപ്പിൽ കളിക്കുന്നു. അപ്പോൾ ഇന്ത്യക്കാർക്കൊക്കെ, ഇന്ത്യൻ ഫുട്ബോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ്, എന്താണ് നമുക്ക് പറ്റുന്ന പാളിച്ചകൾ എന്ന്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ കാബോ വെർഡയുടെ കാര്യം നോക്കുവാണെങ്കിൽ അവർ ലിങ്ക്ഡിനിലൂടെ ആവാം, സോഷ്യൽ മീഡിയയിലൂടെ ആവാം, പല കളിക്കാരെ റീച്ച് ഔട്ട് ചെയ്യുന്നു. ഗോൾ കീപ്പറുടെ പ്രായം നമ്മൾ പലപ്പോഴും പറഞ്ഞു, 40 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തു നിന്നും തട്ടിക്കൂട്ടിയ ടീമാണെങ്കിലും ആ ടീമിനെ എങ്ങനെ ലോകകപ്പിന് ഒരുക്കാം എന്നുള്ള വ്യക്തമായ നിശ്ചയം അവർക്കുണ്ടായിരുന്നു. ആ നിശ്ചയത്തോടെയാണ് അവർ ഇറങ്ങിയതും അതിനുള്ള മികച്ച പോരാട്ട വീര്യം പുറത്തെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇങ്ങനെയുള്ളൊരു ടീം എന്തുകൊണ്ടാണ് ഇവിടം വരെ എത്തിയെന്ന് തോന്നിയാൽ അവരുടെ ചിട്ടയായ മത്സരക്രമങ്ങൾ, മത്സര രീതികൾ, അച്ചടക്കത്തോടെയുള്ള ഓരോ സന്ദർഭങ്ങളെയും നേരിടുന്ന, ഓരോ സാഹചര്യങ്ങളെയും നേരിടുന്ന അവരുടെ ഒരു ശൈലി തന്നെയാണ്. അപ്പോൾ അതിനുള്ള കഠിനാധ്വാനം അവരവിടെ വ്യക്തമായി ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലും പ്രതീക്ഷിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു വികാരമാണ് അണ്ടർ ഡോഗ്സിനെ, ഡാർക്ക് ഹോഴ്സസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ക്രിസ്ത്യൻ എറിക്സൺ കുഴഞ്ഞു വീണപ്പോൾ ഡെൻമാർക്കിനെ സപ്പോർട്ട് ചെയ്ത പോലെ ഈ ലോകകപ്പിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കാബോ വെർഡെയാണ്, ബോസിഞ്ഞയാണ്. അത് ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് പെട്ടെന്ന് കുതിച്ചു കയറിയതൊക്കെ നമുക്കറിയാം. ആ ഒരു സ്നേഹം ആൾക്കാരിൽ നിന്ന് കിട്ടാൻ കാരണം ശരിക്കും ഒരു ഡേവിഡ് ഗോലിയാത്തിനെ നേരിടുമ്പോൾ ആ ഡേവിഡിന് കിട്ടുന്ന പിന്തുണയാണ്. ദാവീദും ഗോലിയാത്തുമുള്ള കഥ നമ്മൾ വായിച്ചതുപോലെ തന്നെ ഈ ദാവീദിന് നല്ലൊരു പിന്തുണയുണ്ട് ഇന്ന് കളിക്കാൻ ഇറങ്ങുമ്പോൾ. അത് ഗോലിയാത്തിനെതിരെയാണ്, ലോക ചാമ്പ്യന്മാർക്കെതിരെയാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെതിരെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കും അർജന്റീന മെസ്സിയോടൊപ്പം എങ്ങനെ ലോകകപ്പ് ജയിച്ചപ്പോൾ ആഘോഷിച്ചോ അതുപോലെയാണ് ഈ മത്സരം കളിക്കാൻ ഇറങ്ങുമ്പോൾ കാബോ വെർഡെ ആഘോഷിക്കാൻ പോകുന്നത്. ഉറപ്പായും ജോസഫ് സൂചിപ്പിച്ച പോലെ അതൊരു ഡേവിഡ് ഗോലിയത്ത് പോരാട്ടമാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ നിന്ന് എത്ര പേര് ദാവീദിന് പിന്തുണ നൽകുമെന്നുള്ളത് സംശയകരമാണ്. എന്നാലും ജോസഫ്, ഒരു പ്രഡിക്ഷൻ, സ്കോർ കാർഡ് എന്തായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു 2-0 ആണ് പ്രഡിക്ട് ചെയ്യുന്നത് അർജന്റീന. പക്ഷെ അത് അവർ തുടക്കത്തിലെ ഗോൾ അടിച്ചാൽ, ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിച്ചാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു പെനാൽറ്റി കാണണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അവിടം വരെ പോകാൻ സാധ്യത കുറവാണ്. അത്ര നേരമൊക്കെ നെഞ്ചിരിപ്പോടെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളതാണ് ചോദ്യം. ശരി, അപ്പോൾ അർജന്റീന 2-0 ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗോൾ അടിച്ച് ആ സ്കോർ കാർഡ് പൂർത്തിയാക്കാൻ നിശ്ചിത സമയത്ത് മത്സരം അവസാനിപ്പിക്കുമെന്ന് അർജന്റീന ആരാധകർ പ്രതീക്ഷിക്കുന്നു. ജോസഫ്, ഇനി ഈ കഴിഞ്ഞ ചില മത്സരങ്ങൾ കൂടി. ഒന്ന്, പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം. ഈ പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പെനാൾട്ടിയിൽ ഗോൾ സ്കോർ ചെയ്തു എങ്കിൽ പോലും അവിടെ ആ സ്കോർ കാർഡ് സൂചിപ്പിക്കുന്നതാണോ ആ മത്സരത്തിൽ യഥാർത്ഥത്തിൽ നടന്നത്? നല്ല അത്യുഗ്രൻ മത്സരമായിരുന്നു. പ്രത്യേകിച്ചും ക്രൊയേഷ്യ ഗോൾ അടിക്കുമെന്ന് പലപ്പോഴും തോന്നി. റോബർട്ടോ മാർട്ടിനസിന്റെ മാറ്റങ്ങൾ അവിടെ എടുത്തു പറയണം. പ്രത്യേകിച്ചും ആ 1-0 പിന്നിൽ നിന്നപ്പോൾ 4 മാറ്റങ്ങൾ വരുത്തിയത് വിറ്റീഞ്ഞ അടക്കമുള്ള മധ്യനിര അടക്കി ഭരിക്കുന്ന താരങ്ങളെ അടക്കമാണ് ആദ്യത്തെ 4 മാറ്റത്തിലൂടെ വരുത്തി. അവിടെയാണ് ഒരു ചെറിയ കൺട്രോൾ കിട്ടിയത്. റൊണാൾഡോ ആദ്യം ഒരു ഓഫ് സൈഡ് ഗോൾ അടിച്ചിരുന്നു, ജസ്റ്റ് ഫൈൻ മാർജിൻ. ഈ മത്സരത്തിൽ ഓഫ് സൈഡ് ഗോളിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മൾ അവസാന നിമിഷം ക്രൊയേഷ്യയുടെ ഇതിലും കണ്ടതാണ്. അത് ടെക്നോളജി ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് ഓഫ് സൈഡ് ഗോൾ ആയതും എന്നും നമുക്ക് പറയാൻ. കാരണം അല്ലാതെ നോക്കിയാലൊന്നും ആ തലനാരിഴയിൽ കൊണ്ടോ ഇല്ലയോ എന്നൊന്നും വിലയിരുത്താൻ പറ്റില്ല. അപ്പൊ ക്രൊയേഷ്യ നന്നായി കളിച്ചു. പക്ഷെ ആ മത്സരത്തിൽ എന്തുകൊണ്ടാണ് വിറ്റീഞ്ഞയെ പിൻവലിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മനസ്സിലാകുന്ന അവസാനത്തെ ഒരു 60 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ലൂക്ക മോഡ്രിച്ചിനുള്ള സപ്ലൈ കട്ട് ചെയ്യുകയായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം. അല്ലാത്ത രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തോ പെരിസിച്ചിലൂടെയും മറ്റും. പക്ഷേ ലൂക്ക മോഡ്രിച്ചിന് കളി നിയന്ത്രിക്കാൻ അനുവദിക്കില്ല എന്ന് പോർച്ചുഗൽ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ഡിഫൻസീവ് മൈൻഡഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു, ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ടുവന്നു. എപ്പോൾ നോക്കിയാലും ലൂക്ക മോഡ്രിച്ചിൽ പോകാതിരിക്കുക. അദ്ദേഹത്തിന് അവസാനത്തെ ഒരു 40-45 മിനിറ്റിൽ വളരെ കുറച്ച് ടച്ചുകൾ കിട്ടുള്ളൂ. എന്നിട്ടും ക്രൊയേഷ്യയാണ് ഡോമിനേറ്റ് ചെയ്തത്. അതേസമയം ലൂക്ക മോഡ്രിച്ചിന് കൂടുതൽ പന്ത് കിട്ടിയിരുന്നെങ്കിലോ കൂടുതൽ നല്ല അവസരങ്ങൾ വന്നതിനെ ക്രൊയേഷ്യ ജയിച്ചേനെ. താങ്കൾ പറഞ്ഞതുപോലെ
റൊണാൾഡോ പെനാൽറ്റിയിൽ നിന്നാണ് ഗോൾ അടിച്ചത്. ഈ മത്സരത്തിൽ ആകെ പെനാൽറ്റി ബോക്സിന്റെ അകത്തു നിന്നും അവർ ഒറ്റ ടച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഓഫ് സൈഡ് പറഞ്ഞു, അത് കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മത്സരത്തിൽ ശരിക്കും പോർച്ചുഗലിന്റെ മാനേജറുടെ തന്ത്രങ്ങൾ വിജയം കണ്ടു എന്ന് പറയാം. റോബർട്ടോ മാർട്ടിനസിന് പൊതുവെ നമ്മൾ അത്ര ക്രെഡിറ്റ് കൊടുക്കാറില്ല, കാരണം ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷനെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മാനേജറാണ്. എന്നാൽ ഈ അവസരത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് എതിരാളികളുടെ ശക്തി അറിഞ്ഞ് അതിനെ നള്ളിഫൈ ചെയ്ത് റൊണാൾഡോയും പിൻവലിച്ചു. അതിനുശേഷം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു കൊണ്ടിരുന്നത്. എന്നിട്ടാണ് അവർ ആ വിന്നിംഗ് ഗോൾ കണ്ടെത്തിയത്. അപ്പോൾ ഇത് മാനേജറുടെ വിജയമാണ്. ആ ടീമിനെ, പോർച്ചുഗൽ എന്നുള്ള ടീമിനെ ഒരു ടീമാക്കി കളിപ്പിക്കാൻ സാധിച്ചു. ഇതിനു മുമ്പത്തെ 2 മത്സരങ്ങളിൽ നമ്മൾ കണ്ട അവർ ഗോൾ അടിക്കാതെ വിഷമിച്ചിരുന്നു. പക്ഷേ ഇന്ന് കൃത്യമായി മാനേജറുടെ തന്ത്രങ്ങൾ ഫലിക്കുകയായിരുന്നു. ഹൗ ഡു യു റേറ്റ് റൊണാൾഡോ? റൊണാൾഡോ എങ്ങനെ റേറ്റ് ചെയ്യും ജോസഫ് ഈ മത്സരത്തിൽ? പഴയ റൊണാൾഡോ അല്ല പുതിയ റൊണാൾഡോ. ഇപ്പോഴത്തെ റൊണാൾഡോ ഒരു ഗോൾ സ്കോറർ ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഗോൾ അടിക്കുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഫുൾ മാർക്ക് കൊടുക്കാം, ഗോൾ അടിക്കാത്ത മത്സരങ്ങളിൽ വിമർശനം നേരിടേണ്ടി വരും. അപ്പം ഈ മത്സരത്തിൽ അദ്ദേഹം ഗോൾ അടിച്ചു, ടീം ജയിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് വിമർശിക്കാൻ പറ്റത്തില്ല. എന്നാൽ അതല്ലാത്ത മത്സരങ്ങളിൽ നമ്മൾ കണ്ടു അദ്ദേഹം പലപ്പോഴും മിസ്സിംഗ് ആണ്, ഓഫ് സൈഡ് പൊസിഷനിലാണ്. അതുകൊണ്ട് തന്നെ റൊണാൾഡോയുടെ ആ ഒരു പരിണാമം ഒരു വിങ്ങറിൽ നിന്നും ഒരു സ്ട്രൈക്കറായി ഒരു ഗോൾ സ്കോററായി മാത്രം ഒതുങ്ങി പോകുന്നു. പക്ഷെ ടീമിന് എന്താണോ ആവശ്യം അത് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി ഭംഗിയായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പോർച്ചുഗലിനെ നേരിടേണ്ടത് സ്പെയിനെയാണ് അല്ലേ? അപ്പോൾ സ്പെയിൻ പോർച്ചുഗൽ കോൺടെസ്റ്റ് അത് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും ഒരുപക്ഷെ ഈ ക്രൊയേഷ്യയെ പോലെ തന്നെ. എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ? പോർച്ചുഗൽ ഫാൻസ് അല്ല, ഒരു ആസ് എ ഫുട്ബോൾ വിദഗ്ധൻ എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നല്ല അത്യുഗ്രൻ പോരാട്ടമാണ് അത് പ്രതീക്ഷിക്കുന്നത്. കാരണം അതില് പോർച്ചുഗലിന്റെ നമ്മൾ റൊണാൾഡോനെ അവിടെ നിർത്തിയാൽ പോലും, ഒരു സൈഡിൽ മാറ്റി നിർത്തിയാൽ പോലും പോർച്ചുഗലിന് നല്ല പ്രതിഭാധനരായ പന്തടക്കമുള്ള കളിക്കാരുണ്ട്. ഇപ്പൊ വിറ്റീഞ്ഞ അടക്കമുള്ള നന്നായി പാസ് ചെയ്യുന്ന താരങ്ങൾ, ജാവോ നെവസും വിറ്റീഞ്ഞയും മിഡ്ഫീൽഡിൽ നന്നായി കൺട്രോൾ ചെയ്ത് കളിക്കുന്ന താരങ്ങളാണ്. പക്ഷേ സ്പെയിനിന്റെ കളിയോ അവർ ഇതുപോലെ തന്നെ പന്ത് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ നന്നായിട്ട് പന്തടക്കം ആവശ്യമുള്ള 2 ടീമുകളാണ്. ഈ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കൂടുതൽ പന്ത് നിയന്ത്രിക്കുമോ ആരായിരിക്കുമോ നല്ല അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്, അത് കൺവേർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ അർദ്ധാവസരങ്ങളെ ഉണ്ടാവുള്ളൂ. ഇത് പൊതുവെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. പൊതുവെ നല്ല 2 ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ, പന്ത് കൈവശം വെച്ച് കളിക്കുന്ന 2 ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്തു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ലമീൻ യമാൽ എന്ന പുതിയ തലമുറയിലെ സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട് എതിരെ. ബാക്കിയുള്ള താരങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന് കിരീടം ചൂടാൻ സാധിക്കുമോ എന്നുള്ള ഒരു അവസാന ചോദ്യത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയാവുന്നത് ലമീൻ യമാലിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ നല്ല മികച്ച ഫോമിലാണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരിക്കൽ പോലും സ്പെയിൻ തോറ്റിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആത്മവിശ്വാസം ആദ്യ 11 അദ്ദേഹം ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു ആത്മവിശ്വാസം ടീമിനുണ്ട്. ഒത്തിരി ഗോളുകൾ അവർ അടിക്കുന്നുണ്ട് ലമീൻ യമാൽ കളിക്കുമ്പോൾ. അപ്പോൾ ഈ മത്സരം ആര് നന്നായിട്ട് പന്ത് റീസൈക്കിൾ ചെയ്യും, പെട്ടെന്ന് മൂവ് ചെയ്യും. നമുക്ക് പൊസഷൻ വെറുതെ നിലനിർത്താം, പക്ഷെ അത് പെട്ടെന്ന് അത് അറ്റാക്കിംഗ് സോണിലേക്ക്, ഫൈനൽ തേർഡിലേക്ക് എത്തിച്ച് അവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ അവർക്കായിരിക്കും അതിന്റെ മുൻതൂക്കം ഈ മത്സരത്തിലെ വിലയിരുത്തൽ. അതിന് സാധ്യത കാണുന്നത് സ്പെയിന് തന്നെയാണ്. റൈറ്റ്, അതാണ് സ്പെയിന് ഒരു സാധ്യത മുൻതൂക്കം നൽകുന്നുണ്ട് എല്ലാവരും. പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലും സ്പെയിനെതിരെ നേരിടാൻ പോകുമ്പോൾ അത് പ്രീ ക്വാർട്ടറിൽ. താങ്ക് യു ജോസഫ് ജോർജ്. ജോസഫാണ് നമ്മോടൊപ്പം ചേർന്നത്. ഫുട്ബോൾ വിദഗ്ധനാണ്, കമന്റേറ്ററാണ്, കോണ്ടന്റ് പ്രൊഡ്യൂസറാണ്. അപ്പോൾ ജോസഫിന് എല്ലാവരും ആശംസ നേരുന്നു. വീണ്ടും ജോസഫ് നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.